ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് പുളിയൊന്നും ചേർക്കാതെ കിഡിലിൻ്റെ മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോക്ക് വന്നാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. എന്നാലും മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു അരപ്പ് ഉണ്ടാക്കണം. അരപ്പിനായിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് ഒരു കപ്പ് തേങ്ങ, നമുക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് പൊടികളാണ്. പൊടികളായിട്ട് ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതിന് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതില്ലെങ്കിൽ ഇനി നമുക്ക് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിത് അരിയാനായിട്ടുള്ള വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമുക്കത് ഒരു മഷി പോലെ പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അത്രയും നമുക്ക് പേസ്റ്റാക്കി കിട്ടില്ല. അത് അരച്ച് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് ഒരു 10-15 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ചുവന്നുള്ളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അതിതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്കിനി വേണ്ടത് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ചെറിയൊരു പീസ് വെളുത്തുള്ളി, 1-2 പീസ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ഒന്ന് വഴറ്റി അത് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്ന പച്ചമാങ്ങയാണ്, പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ അരച്ച് പേസ്റ്റാക്കി വെച്ചേക്കുന്ന അരപ്പില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതാ അരപ്പ് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിൽ തന്നെ ആക്കി എടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് കിട്ടും. അപ്പോഴാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് വരും. തേങ്ങ നല്ല അരഞ്ഞിട്ടായിരിക്കണം. ഇനി നമുക്ക് ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. കുറച്ച് അരപ്പ് ആ ജാറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരുപാട് വെള്ളം, കറി അങ്ങോട്ട് വെള്ളം പോലെ ആക്കരുത്, കുറച്ച് കുറുകിയ ടൈപ്പിൽ തന്നെ വേണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് അരപ്പും കൂടി ഉണ്ട്, അതിൽ കുറച്ചുകൂടി വെള്ളം മിക്സ് ആക്കിയിട്ട് നമുക്കതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു കറി ഒരുപാട് ലൂസാക്കരുത്. അപ്പോൾ ഇത് കറക്റ്റ് ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ച് വരുമ്പോൾ അത് കറക്റ്റ് പാകമായിട്ട് വരും കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മളിതുവരെ ആഡ് ചെയ്തിട്ടില്ല. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ നമുക്ക് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. കുറവുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മീനില്ലേ, അത് ഏത് മീനാണെങ്കിലും നമുക്ക് ഇതുപോലെ കറി വയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ ചെറിയ മത്തിയാണ് എൻ്റെ അടുത്തുള്ളത്, ആ മത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിലായില്ലേ ഏത് മീനാണെങ്കിലും നമുക്ക് ഇതുപോലെ ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇന്ന മീനൊന്നുമില്ല, ഏത് മീൻ കൊണ്ട് ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. അതുപോലെ തന്നെ മാങ്ങ ഒരുപാട് ഉടഞ്ഞങ്ങോട്ട് അലിഞ്ഞു പോകരുത് കേട്ടോ. നമ്മളിത് പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ ഏതാ ഒരു 3 പച്ചമുളക് കയറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങ ഉടഞ്ഞു പോകാതെ നോക്കണം, കാരണം മാങ്ങ അങ്ങനെ എടുത്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ അതിന് നല്ല ടേസ്റ്റ് വരിക. മാങ്ങ അതിലിട്ട് ഒരുപാട് ഉടച്ച് എടുക്കരുത് കേട്ടോ. നമ്മളൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വേവിക്കുക. അപ്പോൾ അത് അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അത് തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്പൂണോ കാര്യങ്ങളിട്ട് ഒരുപാട് മീനിട്ടതിന് ശേഷം ഒരുപാട് ഇളക്കരുത്. അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് വറുത്തിടണം. അതിനായിട്ട് ഒരു പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നുള്ള ഉലുവ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. 3 ഇളക്കി കൊടുത്തതിന് ശേഷം 2-3 ഉണക്കമുളകില്ല അതും ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില, നമ്മൾ കറിവേപ്പില ഇട്ടതാണ്. കറിവേപ്പില എത്ര ഇടണോ അത്രയും ടേസ്റ്റ് കിട്ടും. കറിവേപ്പിലയും ചുവന്നുള്ളിക്ക് എത്ര കൂടുതൽ ഇട്ടാലും കറിക്ക് അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നമ്മുടെ ഉള്ളിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കറിയില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ കറിവേപ്പിലും ചുവന്നുള്ളിലേക്ക് ഇതുപോലെ വറുത്തിടുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചുവന്നുള്ളി വറുത്തിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കറി കുറുകിയിട്ടാണ് ഇരിക്കുന്നത്, ഒരുപാട് ലൂസാക്കരുത്. ഇതുപോലെ കുറുകിയിട്ടാകുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ കറിക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇളക്കരുത്. ആ മാങ്ങയാണെങ്കിലും നല്ല ഉടഞ്ഞു പോവാതെ നമുക്ക് മാങ്ങ മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മീൻ അതിലില്ലെങ്കിലും ഈ മാങ്ങ മാത്രം എടുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.